ഹായ് ഓൾ എല്ലാവർക്കും എയർ ജവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പടത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഷോ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ടെർബോ എന്ന പടം എന്ന് പറഞ്ഞാൽ ഒരു മെഗാ ഷോ ആണ്, മെഗാസ്റ്റാറിന്റെ ഒരു ഷോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. ഈ പടം ഫുൾ ഇടിയാണ്, ഇടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമാണ്. കാരണം പള്ളി പെരുന്നാൾ ഇടി, ബസ്സിലിടി, പോലീസ് സ്റ്റേഷനിലിടി, അങ്ങനെ ഒരു ഇടിയുടെ പെരുന്നാളാണ് ഈ ഒരു പടം. ആ ഒരു രീതിയിൽ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു പടത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒരു ഫസ്റ്റ് ഡേ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ലഭിച്ചത്. വൈശാഖ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതായത് നല്ല ടെക്നിക്കലി റിച്ച് ആയിട്ടാണ് ഈ ഒരു പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ പണി എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പണി നന്നായിട്ട് എടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കാനെ കൊണ്ടൊക്കെ നല്ല പോലെ പണി എടുപ്പിച്ചിട്ടുണ്ട്. സാധാരണ മമ്മൂക്കയുടെ ഈ അടുത്തിറങ്ങിയ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മമ്മൂക്ക ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണിതനായിട്ടൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ പുള്ളി നല്ല എനർജി ആയിരുന്നു. നല്ലൊരു കിടുക്കൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കയുടെ ഫൈറ്റിലൂടെ തന്നെ ഈ ഒരു സിനിമ തന്നിട്ടുള്ളത് എനിക്ക്. ഓക്കെ, അപ്പം പിന്നെ ഈ ഒരു സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഗംഭീര പെർഫോമൻസ് രാജ്ബി ഷെട്ടിയുടെയാണ്. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ടിപ്പിക്കൽ വില്ലൻ ക്യാരക്ടറാണ്, പക്ഷെ അത് പെർഫോമൻസ് കൊണ്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് പുള്ളി. അതേപോലെ മമ്മൂക്കയുടെ ഫൈറ്റ് സീനിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു ഫൈറ്റ് സീനിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ ആദ്യത്തെ ആ ഒരു പള്ളിപ്പെരുന്നാൾ അടിയിലൊക്കെ ഗംഭീരമായിട്ട് മിന്നിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ ഈ ഒരു പടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ സീനിലും ആ ഒരു സെയിം സാധനം റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പോരായ്മ കണക്ക് തോന്നി. ആ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഗംഭീരമാണ്, പക്ഷെ അത് എല്ലാ സീനിലും ആ ഒരു സാധനം തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പോരായ്മ കണക്ക് തോന്നി. കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു ടീമിന്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായേനെന്ന് തോന്നി. പക്ഷെ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ആ ഒരു ഫസ്റ്റ് ഫൈറ്റ് സീനിലും ക്ലൈമാക്സ് ഫൈറ്റ് അന്യായമാണ് കേട്ടോ. അതുവരെ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലാണ് ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ്, അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഗംഭീരമായിരുന്നു. അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മമ്മൂക്കയും പിന്നെ രാജ്ബി ഷെട്ടിയും. പുള്ളിയുടെ ആ ഒരു വില്ലൻ അത് പവർഫുൾ ആയതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്കൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അത് ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കണക്ക് മൊത്തത്തിൽ ഇടിയാണ് സംഭവം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മധുരരാജ, അത് കണക്ക് പോക്കിർ രാജ പോലെ ഒരു കളർഫുൾ പടം എക്സ്പെക്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ നിരാശപ്പെടും. കാരണം ഇത് അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരു പടമല്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പടം ചെറുതായിട്ടൊന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കൈദിയിലൊക്കെ കണ്ട് കണക്ക് ഒരു സർവൈവൽ ത്രില്ലർ അത്രയ്ക്ക് മികച്ചതായിട്ട് വന്നിട്ടുണ്ടെന്നല്ല, ആ ഒരു ടൈപ്പ് പടത്തിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പടം മാറുന്നുണ്ട്. അതിലാണ് കൂടുതലും ആ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു സർവൈവൽ ടൈപ്പ് സംഭവത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ മമ്മൂക്കയുടെ മാസും ബാക്കി ഫൈറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതാണ് സെക്കൻഡ് ഹാഫിലെ ആ ഒരു ചേസിങ് ടൈമിലേക്കുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിരുന്നു. പക്ഷെ ആ ഒരു സാധനം തന്നെ മമ്മൂക്കയുടെ ആ ഒരു ഫസ്റ്റ് ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് സെയിം സാധനം കേൾക്കുമ്പോഴത്തേക്ക് അത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പോരായ്മയായിട്ട് തോന്നി. ആ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ചേനെ. ഇപ്പം എനിക്ക് ഏറ്റവും ഹൈ മൊമെന്റ് ആയിട്ട് തോന്നിയത് ആ ഒരു പള്ളിപ്പെരുന്നാൾ അടിയും അത് കണക്ക് ക്ലൈമാക്സ് ഫൈറ്റ് അതുവരെ പോയ പടത്തിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഹൈ മൊമെന്റ് നൽകിയതായിട്ട് എനിക്ക് തോന്നി. ഡയറക്ടർ വൈശാഖ് എല്ലാരെ കൊണ്ടും നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതായത് മമ്മൂക്കാനെ കൊണ്ടും രാജ്ബി ഷെട്ടിയെ കൊണ്ടും എല്ലാവരും കൊണ്ടും ടെക്നിക്കൽ സൈഡിനെ കൊണ്ടും എല്ലാവരും കൊണ്ടും നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ആ ഒരു റിച്ച് ഫീല് നമുക്ക് പടം കാണുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പണിയെടുപ്പിക്കാൻ മറന്നുപോയ ഒരാളുണ്ട്. അത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആണ്. പുള്ളിയുടെ ആ ഒരു സ്റ്റോറിയും സ്ക്രിപ്റ്റും അത്രയ്ക്ക് അങ്ങോട്ട് മികച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു തമിഴ് പടങ്ങളുടെയൊക്കെ പണ്ട് കാലങ്ങളിൽ ഇറങ്ങിയത് തൊട്ടുള്ള തമിഴ് പടങ്ങളുടെ ഒരു ചായ്വ് എവിടെയൊക്കെയോ തോന്നി. അതായത് ഒരു ആവറേജ് ലെവൽ കണ്ടിരിക്കാവുന്ന ഒരു കഥ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്, പക്ഷെ ഒരു ആവറേജ് ലെവൽ ആയി പോയി എന്നൊരു ഫീല് തോന്നുന്നുണ്ട്. പക്ഷെ അതൊക്കെ വൈശാഖ് ആ ഒരു മേക്കിംഗ് കൊണ്ട് മറികടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഫസ്റ്റ് ഷോ കണ്ടതിൽ നിന്ന് എനിക്കൊരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ സമ്മാനിച്ചത്. പ്രത്യേകിച്ച് മമ്മൂക്ക ഒരു മെഗാ ഷോയാണ്. പുള്ളി ഗംഭീരമായിട്ട് തകർത്താടിയിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷണൽ കൗണ്ടറുകളും കോമഡിയുടെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ കോമഡിയൊന്നും അങ്ങനെ വർക്കൊന്നും ആയിട്ടില്ല. ചുരുക്കം ചിലതൊക്കെ അങ്ങുമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ ബിന്ദു പണിക്കറുടെ ചില കൗണ്ടറുകൾ, അത് കണക്ക് മമ്മൂക്കയുടെ ചില കൗണ്ടറുകളൊക്കെ നൈസ് ആയിട്ട് വർക്കൗട്ട് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഗംഭീര സാധനമൊന്നും പറയാൻ പറ്റില്ല, നൈസ് ആയിട്ട് പോയിട്ടുണ്ട്. അത് കണക്ക് പിന്നെ മമ്മൂക്ക, രാജ്ബി ഷെട്ടി ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയാനായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ നമ്മുടെ ബിന്ദു പണിക്കറുടെ തന്നെയാണ്. ആ ഒരു അമ്മയുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഫസ്റ്റ് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൊള്ളായിരുന്നു. പടം തരക്കേടില്ലായിരുന്നു എന്നൊരു ഫീല് തോന്നി. തീർച്ചയായിട്ടും നിങ്ങളൊരു മമ്മൂക്ക ഫാൻ ആണെങ്കിൽ, മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ ആ ഒരു പടത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്.
കാരണം മമ്മൂക്കയുടെ ഇടിയുണ്ട്, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മേക്കിംഗ് ഉണ്ട് പടത്തിൽ. ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ഗൂസ് ബംസ് തരുന്ന മൊമെന്റ്സ് ഉണ്ട് പടത്തിൽ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു തരക്കേടില്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ഒരു ടെർബോ എന്ന പടം തോന്നിയത്.